ഇന്ന് നമുക്ക് കയറി ഉണ്ടാക്കാനൊന്നും ഒരാളെയും കിട്ടിയിട്ടില്ല. എന്തിനാടോ എന്തിനാ നമ്മൾ വെറുതെ ഈ മനുഷ്യജീവികളെ ഇങ്ങനെ റാഗ് ചെയ്യാൻ നിൽക്കുന്നത്? അതൊരു വലിയ കുറ്റകൃത്യമാണ്. ജെനി, നിന്നെ ഇന്നലെ കൈവച്ചവനില്ലേ, അവനെ ജാക്ക് കയറി നന്നായിട്ട് പണിതിട്ടുണ്ട്. എന്തായാലും അവൻ്റെ ഒക്കെ കൂടെ നടക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനൊരു ഗുണമുണ്ട്. ഒരനാവശ്യമായിട്ട് നമ്മുടെ ബോഡി ടച്ചൊന്നും അങ്ങനെ കിട്ടത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും ജാക്ക് അവനെ നന്നായിട്ട് പഞ്ഞി കിട്ടിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ സീരിയസ് ആയി എടുക്കാന്നാണ് പറയുന്നത്. കേസ് വന്നിട്ടുണ്ടെങ്കിലേ നീയും പെടും. ഇത്ര നാണിക്കാൻ മാത്രമൊന്നുമില്ല. അവൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്. അവനിക്ക് ഇന്ത്യയിലുള്ള എല്ലാ പെണ്ണുങ്ങളും പെങ്ങന്മാരാണ്. അതിൽ ഞാൻ ഗ്യാരണ്ടി. ഫിലിപ്പിൻ്റെ അങ്ങ് പറിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുറച്ച് സമാധാനമുണ്ട്. അവൻ ഇനി അങ്ങനെ പെണ്ണുങ്ങളൊന്നും കയറി തൊടത്തില്ല. ഇനി നമുക്ക് നമ്മുടെ പണി തുടരാം. പുതിയതായിട്ട് ആരൊക്കെ വരുന്നുണ്ടെന്നൊക്കെ ഒന്ന് നോക്കണമല്ലോ. അതെ, സീനിയേഴ്സ് ആയാലേ ജൂനിയേഴ്സ് ഞങ്ങൾ വടിച്ചെടുത്തേക്കണം. എക്സ്ക്യൂസ് മീ, കുട്ടിയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. കുട്ടിയുടെ പേരെന്താ? നിന്റെ നാളെ ഏതാടി കൊച്ചേ? എന്തടി കോപ്പേ നിനക്ക് ഇത്ര ജാടാ? ഞങ്ങളിവിടെ എന്തൊക്കെ കാണിച്ചാലും എല്ലാവരും തത്ത പറയുന്ന പോലെ ഞങ്ങൾക്ക് മറുപടിയില്ല. നീ മാത്രം ഞങ്ങൾക്ക് നേരെ ഇത്ര നാവ് നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജാക്ക് ഇത്രയും പറഞ്ഞിട്ട് അവക്കൊരനക്കവും ഇല്ല. എന്തൊക്കെയായാലും തൊലിക്കെട്ടി അപാരം തന്നെ. ഇനിയും നീ കോളേജിൽ നിൽക്കുമ്പോൾ ഞങ്ങളൊക്കെ തന്നെ സഹിക്കേണ്ടത്. ഈ പെങ്കൊച്ച നിന്റെ തള്ളവന്നല്ല ഞാൻ നിന്നെയൊക്കെ സഹിക്കാൻ. അപ്പൊ എന്നെ കയറി അത്ര പണ്ണേണ്ട ആവശ്യമൊന്നുമില്ല. മക്കളെ കാര്യം നോക്കിട്ട് പോയിക്കും. ഏതടാ ഈ മയില്? ഇതിനോടൊക്കെ പോവാൻ പറ. വെറുതെ മനുഷ്യരുടെ സമാധാനങ്ങളെ രാവിലെ തന്നെ ഓരോ മൂടുകളെ ഇറങ്ങിയേക്കും. ഓരോ പെണ്ണിന്റെ വേഷം കെട്ടിട്ട് ആണിന്റെ മുഖം കൊണ്ട്. സോ ഫണി. ഇങ്ങനെയൊക്കെ പറയാൻ ഇവനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഫണ്ണിയാണല്ലേ? എന്നാ ചിരിച്ചു കൊടുക്ക. നിങ്ങളുടെ നേതാവിനെ സുഖം കിട്ടട്ടെ. ഡി, നിനക്ക് ഞങ്ങളുടെ അളിയനെ പറ്റി അറിയത്തില്ല. അറിഞ്ഞ മോന്റെ അളിയൻ കയറി എന്റെ മുഖി കേട്ടോ. ഒന്ന് പോടാ കൊച്ചുപോയി. എടാ, ഇവളിത്ര ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിൽ വരുന്നത്. പ്രിൻസിപ്പൾ എന്തായാലും ഇവിടെ കണ്ടിട്ടുണ്ടാവും. ഇപ്പം ഇവിടെ വന്നിട്ട് ഒരു വലിയ ജകള് തന്നെ അയാൾ ഉണ്ടാക്കും. നോക്കിക്കോ. പ്രിൻസിപ്പൾ വന്നിട്ട് അവളെ എന്തെങ്കിലും പറയുമ്പില്ലേ കിടന്ന് കൈ അടിച്ച് ചിരിച്ചോളാം. എന്നിട്ട് നാണം കെട്ടണം അവളെ. വന്ന് കിളവൻ വന്ന്. സ്റ്റുഡൻസ്, ദിസ് ഈസ് അവർ ന്യൂ ക്ലാസ് ടീച്ചർ. അപ്പോൾ പേര് കീർത്തന. ആൻഡ് നിങ്ങൾ ആരും കയറി ഉടക്കുണ്ടാക്കാൻ പോകരുത്. ആൻഡ് ഇപ്പോൾ കയറി വന്നപ്പോൾ തന്നെ എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ക്ലാസ്സിൽ വരുന്ന ടൈമിൽ കുറച്ച് കുട്ടികൾ കയറി റാഗ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ ടീച്ചറുടെ കയ്യിൽ അതൊന്നും നടക്കത്തില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഇടയിൽ ഞാൻ ഈ ടീച്ചറെ തന്നെ കൊണ്ടുവന്നത്. ഓക്കെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എപ്പോഴും ക്വയറ്റ് ആയിരിക്കണം. അപ്പം മാത്രമേ പീസ് ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അപ്പോൾ കൂടുതൽ കയറി ആരും ടീച്ചർക്ക് നേരെ ഉണ്ടാക്കരുത്. ടീച്ചറും ഞാനും തമ്മിലൊരു ബന്ധവും കൂടിയുണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ പോയിട്ട് വരാം. ടീച്ചർ നിങ്ങളെ നല്ല പോലെ പഠിപ്പിക്കും. പെട്ട് വെറുതെ അല്ല അവൾക്ക് ഇത്ര തൻ്റെ ഇടം. പക്ഷെ നിന്റെ മുമ്പിൽ അതൊന്നും നടക്കത്തില്ലടാ. ഇപ്പോൾ ചിലക്കാതിരിയടാ. ടീച്ചറാണെന്ന് വെച്ച് കുട്ടികളോട് മാന്യമായ ഭാഷയിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നോട് എങ്ങനെയാണോ ഇങ്ങോട്ട് പെരുമാറുന്നത് അങ്ങനെയായിരിക്കും ആ ഭാഷ. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ നിങ്ങൾ ആരും എന്നോട് ഒരു ഉടക്കുണ്ടാക്കില്ല. പക്ഷേ ഈ പറഞ്ഞ ജാക്ക് എന്ന് പറഞ്ഞ മോന്, നീ ഒന്ന് എണീറ്റ് നോക്കൂ. നിന്റെ അടുത്തിരിക്കുന്ന ആ കുട്ടിയും ഒന്ന് എണീറ്റ് നോക്കൂ. എന്തിനാണെന്ന് വെച്ചാല് നിങ്ങളിപ്പോ ഫുഡ് കഴിക്കുന്ന കാര്യം ഞാൻ കണ്ടു. എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഒന്നും അടുക്കളയും വീടും അല്ല ഇത്. എനിക്ക് പഠിപ്പിക്കാനുള്ള സ്ഥലമാണ്. എന്റെ മൂക്ക് ഞാൻ കെട്ടിവെച്ച മൂക്കൊന്നും അല്ല. വേറെ മൃഗത്തിന്റെ മൂക്ക് എടുത്തിട്ട് ഞാനിവിടെ ഒട്ടിച്ചു വെച്ചതൊന്നുമല്ല. ഇതെന്റെ സ്വന്തം മൂക്ക. എനിക്ക് ഇവിടെ മണക്കാൻ പറ്റും. നിങ്ങളൊക്കെ പേടിച്ചിട്ട് ചില കുട്ടികൾക്കൊന്നും ഇവിടെ പറയാതിരിക്കുന്നൊക്കെ ഉണ്ടാവും. മുമ്പ് വന്ന ടീച്ചറിൽ ഒരു മിസ് എന്നെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. അവരിവിടുന്ന് എങ്ങനെയാണ് TC വാങ്ങി പോയെന്നുള്ള കാര്യം എനിക്കറിയാം. ബിക്കോസ് ഓഫ് യു ഗൈസ്. നിങ്ങൾ എല്ലാവരുടെയും ഡിസ്റെസ്പെക്റ്റ് ആയിട്ടുള്ള ബിഹേവിയർ ആണ് അതിന് കാരണം.
അങ്ങനെ ഒന്നും എന്റെ ക്ലാസ്സിൽ ഉണ്ടാവരുത്. കാരണം ഇവിടെ ടീസി വാങ്ങുന്നത് ഞാനാവില്ല, നിങ്ങളായിരിക്കും. ആസ് എ ടീച്ചർ ഞാൻ നിങ്ങളെ ഫസ്റ്റ് തന്നെ മുഷിപ്പിക്കുന്നില്ല. ഓക്കെ, ക്ലാസ് എടുക്കുന്നില്ല, മുഷിപ്പിക്കുന്നില്ല, എന്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട്. ഓക്കെ, നോർമലി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ വേണം. അതെങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതുക, ആൻഡ് നിങ്ങളുടെ എന്താ പറയാ സ്വന്തം നമ്പർ എഴുതുക, പിന്നെ നിങ്ങളുടെ 2 പേരുണ്ട്, അതായത് അച്ഛൻ്റെ അമ്മേൻ്റെ നമ്പർ എഴുതിയിട്ട് എനിക്ക് തരേണ്ടതാണ്. ഇതെനിക്ക് ആവശ്യമുണ്ടാകും. പിന്നെ പീസ് ഉള്ളിടത്ത് മാത്രം, സോറി, ഓക്കെ കലതിരിഞ്ഞു പോയി, ക്വൈറ്റ് ആയിട്ടുള്ളിടത്ത് മാത്രം പീസ് ഉണ്ടാവുള്ളൂ. സോ ഐ നീഡ് പീസ്. അതുകൊണ്ട് നിങ്ങൾ ക്വൈറ്റ് ആയിട്ടിരിക്കണം ഞാൻ വരുന്നത് വരെ. എന്റെ ക്ലാസ്സിൽ ഇവിടെ എന്തെങ്കിലും ശബ്ദം ബഹളം എന്തെങ്കിലും കേട്ടിട്ട് ഇവൻ എന്നെങ്കിലും ടീച്ചേഴ്സ് പറയാൻ നിന്നാൽ മക്കളെ നിങ്ങൾ വിവരം അറിയും. എന്ത് ഷോടാ ഇവള്. പിന്നെ എൻ്റെ അളിയ, ഇത്രയും കാലം നീ പുറത്താക്കിയ ടീച്ചേഴ്സിനെ പോലെ ഇവളെ പുറത്താക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇത് പ്രിൻസിപ്പളുടെ മോളാ, ഒരിക്കലും പറ്റത്തില്ല. If I hear any voice from here, I will definitely keep you outside until the class end. അതെ, ടീച്ചർ ഒരു കാര്യം പറയാനുണ്ട്. പ്രിൻസിപ്പളുടെ മോളെന്ന് വെച്ചിട്ടേ ഞങ്ങൾ കുട്ടികളുടെ മേലിൽ അധികം അധികാരം സ്ഥാപിക്കാനൊന്നും ഒരു ടീച്ചർക്കും അവകാശമില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കംപ്ലൈൻറ്റ് ചെയ്യുക തന്നെ ചെയ്യും. അതിന് എന്ത് തന്നെ ആയാലും ഞങ്ങളും തിരിച്ച് കംപ്ലൈൻറ്റ് ചെയ്യും. കംപ്ലൈന്റ് ചെയ്യാൻ ഞാൻ എന്തെങ്കിലും ചെയ്തോ? കുട്ടികൾ ടീച്ചർക്ക് മാത്രമല്ല, ടീച്ചർ കുട്ടികൾക്കും റെസ്പെക്റ്റ് ഒക്കെ തരണം. കൊച്ചു ചേർക്ക, നീയേ സ്കൂളില് സ്റ്റുഡന്റ് ആണ്, പുറത്ത് നീ മേ ബി മുടുക്കനായിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരും തല്ലി ഒടിക്കുന്ന ഗുണ്ടയായിരിക്കാം. പക്ഷെ സ്കൂളിൽ നീ എന്റെ താഴെ ഇരിക്കുന്ന എന്റെ സ്റ്റുഡന്റ് ആണ്. സോ എന്നെ റെസ്പെക്ട് പഠിപ്പിക്കാൻ മോൻ ഇവിടെ ആരുമല്ല. ഓക്കെ, നിങ്ങൾ പ്രിൻസിപ്പളുടെ മോളാണെങ്കിൽ ഞാൻ ഇവിടുത്തെ പോലീസിന്റെ മോനാ. പോലീസൊക്കെ അങ്ങ് സ്റ്റേഷനില്, ഇവിടെ കിടന്ന് അധികം ഉണ്ടാക്കാൻ നിൽക്കണ്ട പോലീസിന്റെ മോന്. ടീച്ചർക്ക് എന്താ പോലീസിനാണ് റെസ്പെക്ട് ഇല്ലേ? പിന്നെ ഞങ്ങളെങ്ങനെയാ ടീച്ചറെ റെസ്പെക്ട് ചെയ്യാ? മോളെ ടീച്ചറെ, സമാധാനത്തിലൊരു കാര്യം പറഞ്ഞുതരാം. പോലീസ് സ്റ്റേഷനില് അവരുടെ പ്രതികളോടാക്കും, എന്ത് വേണമെങ്കിലും അവർ ചെയ്യും. എന്ന് വെച്ചിട്ട് പ്രദീപം ഞാൻ ടീച്ചറുടെ മോനെന്ന് പറഞ്ഞാലേ അവരടിക്കേണ്ടടുത്ത് അടിക്കാണ്ടൊന്നും നിൽക്കത്തൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ ഞാൻ നിങ്ങളുടെ ടീച്ചറാണെങ്കിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യും. എന്ന് വെച്ചിട്ടേ പോലീസാണ്, പട്ടാളമാണ്, ഇനി പ്രസിഡന്റിന്റെ മോനാന്ന് വരെ പറഞ്ഞാൽ തന്നെ ഐ ഡോണ്ട് കെയർ. എൻ്റെ പൊന്നളിയ, നീ ഇപ്പോഴും അവൾ പറഞ്ഞത് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. എന്തൊക്കെ പറഞ്ഞാലും അവൾ ഇവിടുത്തെ പ്രിൻസിപ്പളുടെ മോളാണ്. അതിനുള്ള അഹങ്കാരം എന്തായാലും ഉണ്ട്. മുമ്പൊക്കെ നമ്മൾ കണ്ട പാവം ടീച്ചേഴ്സിനെ പോലെ അത്ര പാവമൊന്നുമല്ല ഇത്. ഇതുവരെയായിട്ടും ഇതുപോലെ എനിക്ക് ഇത്ര അപമാനം ഉണ്ടായിട്ടില്ല. നിങ്ങളുടെയൊക്കെ ഇതിൽ ചിലപ്പം ഇത് വലിയ അപമാനമൊന്നും ആയിരിക്കില്ല, പക്ഷെ എൻ്റെ ഇതിൽ അതങ്ങനെയാണ്. ഇതുവരെ എന്നോട് ഇങ്ങനെ ഒരു ബിഹേവ് ചെയ്തിട്ടില്ല. സോ എനിക്കതെന്തോ ഒരു ബാഡ് അടിച്ചു. ഇനിയിപ്പോൾ അവളെ ഒന്ന് തളച്ചിടാൻ എന്താ വഴിയെന്ന് ഞാൻ ആലോചിക്കുന്നത്. തളച്ചിടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാലേ അവളെ അങ്ങ് കയറി പ്രേമിക്കുക, ഒരു ആർട്ടിഫിഷ്യൽ ലവ് ക്രിയേറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിലേ അവളെ അങ്ങ് മയക്കിയെടുക്കുക. അപ്പോൾ അവൾക്ക് നിന്നോടൊരു ഒരു ഒരു താല്പര്യമൊക്കെ തോന്നും. ആൻഡ് നിന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യാനിരിക്കും, നിന്നെ റെസ്പെക്റ്റ് ചെയ്യാനിരിക്കും. അതായത് നീ അവളെ ഭയങ്കര റെസ്പെക്റ്റ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നിന്നെ അവൾ റെസ്പെക്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരുടെ മുമ്പിലും ടീച്ചർ സ്വന്തം സ്റ്റുഡൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്തു, പക്ഷെ നീയും അവളും സീക്രട്ടായിട്ട് ഒരു റിലേഷൻഷിപ്പ്. പക്ഷെ അതൊരു ആർട്ടിഫിഷ്യൽ റിലേഷൻഷിപ്പ് ആയിരിക്കണം. പിന്നെ കാര്യം കഴിഞ്ഞാൽ അങ്ങ് ബ്രേക്കപ്പ് ആക്കുക, അത്ര തന്നെ. പ്രേമിക്കുന്ന പോലെ അഭിനയിച്ച് പ്രേമത്തിൽ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നീ പറഞ്ഞതൊക്കെ നടക്കും. പക്ഷെ അവൾ വളയുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. എടാ എന്തായാലും വളയൂടാ, നിൻ്റെ ലുക്കിൽ തന്നെ വളയും. അപ്പോഴാണ് നീ ഒന്നിങ്ങനെ കണ്ണൊക്കെ ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് അവളെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ അവളൊക്കെ ഒന്ന് വീഴടാ. എന്തൊക്കെ പറഞ്ഞ് നമ്മളെക്കെട്ടി 2 വയസ്സിന് മൂത്തതൊക്കെ ആയിട്ടേ ഉള്ളൂ അവൾ. അപ്പോൾ തന്നെ അവളുടെ അച്ഛൻ്റെ എയർ ഓഫിലൂടെ വന്നതാ, എന്ത് വലിയ ഡയലോഗ് പഠിച്ചിട്ട് വന്നതാണ്. നീ അങ്ങ് പ്രേമിച്ചവളൊന്ന് നോറ്റക്കത്തിലിട്ടിട്ട് വാടാ. എന്നാ അത് തന്നെ ചെയ്യാം. അളിയ, ചെയ്യുന്നതൊക്കെ കൊള്ളാം എന്ന് വെച്ചിട്ട് റിയലായിട്ടൊന്നും തോന്നാണ്ടിരുന്നാൽ മതി. റിയലായിട്ട് അതും
എനിക്ക് ആ മൂദേവിനോട്. മണത്ത് നോക്കുമ്പോഴല്ലേ ആ പൂവിൻ്റെ മണം നല്ലതാണോ കെട്ടതാണോ എന്ന് മനസ്സിലാവാ. എല്ലാം കണ്ടറിയാം. ശിബുദിനം. എന്റെ കുട്ടികൾക്ക് ക്ലാസ് കയറാനായിട്ടില്ലേ? മിസ് ഇവനിക്ക് വല്ലാത്തൊരു ഡൗട്ട്. അങ്ങനെ ചോദിച്ചാൽ എന്താ വെച്ചാൽ മിസ് കമ്മിറ്റഡ് ആണോ അതോ മാരീഡ് ആണോ? കമ്മിറ്റഡും അല്ല മാരീഡും അല്ല, ഒന്നും ഇപ്പയില്ല. മിസ് ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുമ്പോഴേ രസം കാണാനേ, അല്ലാണ്ട് ദേഷ്യപ്പെടുമ്പോൾ അത്ര രസമില്ല. കണക്കായിപ്പോയി. എന്താ മിസ് എങ്ങനെ? ഭാവിയിൽ ഞങ്ങളൊക്കെ കാണൂ മിസ്സിൻ്റെ സ്റ്റുഡൻസ് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഈവൻ മിസ് വയസ്സത്യമൊക്കെ ആയി കിടക്കുമ്പോൾ ഞങ്ങളൊക്കെ ഒരു തുള്ളി വെള്ളമൊക്കെ എടുത്തിടാൻ കാണും. ആണോ? നല്ല കാര്യം. അങ്ങനെയെങ്കിലും എന്റെ സ്റ്റുഡൻസിനെ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാവല്ലോ. അപ്പോ മക്കളൊന്ന് ക്ലാസ്സിൽ കയറിയിരുന്നേക്ക് കേട്ടോ. ക്ലാസിന്റെ പേരില് ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഈ ക്ലാസ്സിലുള്ള ഏതോ ഒരു സ്റ്റുഡന്റ് വേറെ ക്ലാസ്സിലുള്ള ഒരു സ്റ്റുഡന്റിനെ കയ്യേറ്റം ചെയ്തെന്നും ആ കുട്ടി ഇപ്പൊ സീരിയസ് ആയിട്ട് ICUയിൽ കിടക്കാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത്രയും കാലം ഞാൻ നിങ്ങളെ പറഞ്ഞു കുറെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചത് ഇത് തന്നെയാണ്, എന്റെ ക്ലാസ് എപ്പോഴും ഓക്കെ ആയിരിക്കണമെന്ന്. എന്നാലും ഞാൻ വരുന്ന മുമ്പേ നടന്ന ഇഷ്യൂ ആണെങ്കിൽ കൂടി അതാരാണെന്ന് എനിക്കറിയണം. പ്രിൻസിപ്പളിന്റെ അടുത്ത് വരണം. ഓൾസോ ചിലപ്പോൾ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ അവസരം കിട്ടും. നിങ്ങൾ എന്തായാലും മൈനർ ഒന്നുമല്ല. പേടിക്കണ്ട അളിയ, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റും. മിണ്ടാതിരുന്നാൽ മതി, കണ്ടുപിടിക്കത്തില്ല. അല്ല, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവൾക്ക് എന്നോടുള്ള ഒരു ഇംപ്രഷൻ പോവില്ലേ? എൻ്റെ പൊന്നളിയ, ഇംപ്രഷനാണ് ഇവിടെ പ്രശ്നം. എന്തൊക്കെ പറഞ്ഞാലും നീയാന്ന് പറയണ്ട, വാ അടച്ചവിടെ ഇരുന്നാൽ മതി. എടാ, പോലീസിൻ്റെ മോനായി എനിക്ക് എന്തിനാടാ പോലീസ് പിടിക്കുന്നതിന് പേടി? എൻ്റെ പപ്പ എന്തായാലും എന്നെ എങ്ങനെയെങ്കിലും ഇറക്കിയേക്കും. പക്ഷേ സീരിയസ് ആണെങ്കിൽ എന്താ ചെയ്യും? അഥവാ അവൻ തട്ടിപ്പോയാലോ? പോലീസിൻ്റെ മോനായതുകൊണ്ട് നിനക്ക് അതിൻ്റെതായ പരിഗണനയൊക്കെ എന്തായാലും കിട്ടും. അതുകൊണ്ട് നീ പേടിക്കണ്ട. പക്ഷേ അഥവാ നീ പറഞ്ഞ പോലെ അയാൾ തട്ടിപ്പോയാ തീർന്നു കാര്യം, തീർന്നു. ജാക്ക്, ഓഫീസ് റൂമിൽ വാ. ടീച്ചർ ഒന്ന് വാ. ഉഫ്, കിളവൻ പിടിച്ചു. എന്താണ് മോനെ, നിനക്ക് എത്ര എക്സ്ക്യൂസാ തന്നത്? ആ കുട്ടി ഇപ്പോൾ സീരിയസ് ആയിട്ട് കിടക്കുക. അവനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉറപ്പായിട്ട് നീ അകത്താകും. എപ്പോഴത്തെ പോലെ നിന്നെ അങ്ങനെ അയച്ചു വിടാനൊന്നും ഇവിടെ പറ്റത്തില്ല. സാറേ, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നേരും നെറിയുള്ളവനാ. ഞാൻ എന്തായാലും വെറുതെ അവനെ കയറി തല്ലാനൊന്നും പോയിട്ടില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ ദേഹത്ത് കഴിവെച്ചു. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ജസ്റ്റ് ഫ്രണ്ട് മാത്രമൊന്നുമല്ല, അവൾ എൻ്റെ കസിൻ സിസ്റ്റർ കൂടിയിട്ടാണ്. അവളുടെ ദേഹത്ത് അനാവശ്യമായിട്ട് ബാഡ് ടച്ച് ചെയ്തപ്പോൾ ഞാൻ കയറി അടിച്ചു. ഒന്നില്ലെങ്കിൽ അവൾ എൻ്റെ കുടുംബമല്ലേ, എനിക്കത് സഹിക്കത്തില്ല. എൻ്റെ പെങ്ങൾമാരിൽ ഒരാൾ തന്നെയാണ് അവളും. അതുകൊണ്ട് തന്നെ ഞാൻ കയറി അടിച്ചത്. ഇത്ര സീരിയസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പഠിക്കുന്ന പ്രായത്തിലാ നീയൊക്കെ ഇങ്ങനെ ഗുണ്ടൊക്കെ ആയി കളിക്കുന്നേ. ഇനി മിസ്സിൻ്റെ ദേഹത്താണ് ഒരാൾ കൈവച്ചെങ്കിൽ ഞാൻ ഇത് തന്നെ ചെയ്യും. ഞാൻ നിങ്ങളൊക്കെ എന്തായാലും റെസ്പെക്റ്റ് ചെയ്യും. ഈ റാഗിങ് എന്നൊക്കെ പറയുന്നത് അത് ജസ്റ്റ് ഫണ്ണായിട്ട് ചെയ്യുന്ന കാര്യമാണ്. എന്ന് വെച്ച് സീരിയസ് ആയിട്ട് ഒന്നും ചെയ്യാറില്ല. ഞാൻ റാഗ് ചെയ്ത പെൺകുട്ടികളെ തന്നെ വേറെ ഏതെങ്കിലും കുട്ടി എന്തെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്ന കണ്ടാലേ, അതായത് ഈ തൊട്ടിട്ടുള്ള പരിപാടി കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ കയറിയതിൽ ഇടപെടും. അതിനിപ്പോൾ ആരാണെങ്കിലും ഇടപെടും. കാരണം എൻ്റെ അമ്മ ഒരു പെണ്ണ് തന്നെയാണ്. ആഹാ, എന്റെ മോനെ കയറി ചോദ്യം ചെയ്യാണോ? എന്തായാലും ജയിലിൽ കിടന്ന് ഗോതമ്പുണ്ട തിന്നേണ്ട അവസ്ഥ ഒന്നും എൻ്റെ മോനിന് വരില്ല. അങ്ങനെയല്ല ഞാൻ അവനെ വളർത്തിയത്. അവനിപ്പോൾ ആ കൊച്ചിനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട. നാളെ നിങ്ങളുടെ മോക്ക് ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഈ സെയിം കാര്യം തന്നെ ചെയ്യും. എനിക്കറിയാം എൻ്റെ മോനെ. എൻ്റെ ശരീരം നോക്കിയ ഒരു പയ്യൻ, അതും ഇവൻ്റെ പ്രായത്തിലുള്ളൊരു പയ്യൻ അവൻ്റെ അമ്മയുടെ ശരീരത്തിൽ, അവൻ്റെ അമ്മയുടെ പ്രായത്തിലുള്ള എൻ്റെ ശരീരം നോക്കി വെള്ളം ഇറക്കിയപ്പോൾ എൻ്റെ മോനെ അവൻ്റെ കണ്ണടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. എന്തായാലും എൻ്റെ മോനെ ഇവിടെ നിങ്ങൾക്ക് പുറത്താക്കാൻ പറ്റില്ല കാര്യം എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഇവിടെ അത്യാവശ്യം ഫണ്ട് തരുന്നതാരാ? പറഞ്ഞതിനോടൊക്കെ എനിക്കും യോജിപ്പുണ്ടപ്പ. എന്തൊക്കെ പറഞ്ഞാലും അവൻ ചെയ്തത് തെറ്റുണ്ടെങ്കിലും അത് ന്യായമായിട്ടുള്ള കാര്യത്തിനല്ലേ. അതുകൊണ്ട് നമ്മൾ ഇവനെ അങ്ങ് വെറുതെ പോലീസുകാരിക്കായിട്ട് ഇട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്കൂളിൽ തന്നെ
അങ്ങനെ ഒരു മോശം പ്രവൃത്തി വേറൊരു കുട്ടിയിൽ നിന്ന് കണ്ടപ്പോ മറ്റൊരു സഹപാഠി അതിന് പ്രതികരിച്ചു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനെ ഇനി പൊക്കി പറയാനൊന്നുമില്ല. ഇനി പോലീസുകാർ വരുവാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഏതെങ്കിലും പെണ്ണിന്റെ ദേഹത്ത് ആരെങ്കിലും കൈവെക്കുന്നാണ്ട മോനെ അങ്ങ് കയറി പണിതോ. ഒരാണിനും അതിനുള്ള ധൈര്യം ഇനി വരരുത്, അതും ഈ കോളേജിലും. പിന്നെ നിന്റെ ടീച്ചറുടെ ദേഹത്തും ആരെങ്കിലുമൊക്കെ കൈവച്ചാ നല്ലോണം പണിതോ. കാരണം നിങ്ങളുടെ ടീച്ചറെ അത്യാവശ്യം ചെറുപ്പക്കാരി തന്നെയാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ വരാനും സാധ്യതയുണ്ട്. ടീച്ചറുടെ ദേഹത്ത് കൈ തൊടട്ടെ, അപ്പോ തൊട്ട കൈ ഞാൻ വെട്ടും. എന്നാ സാറേ ഞാൻ പോയിട്ട് വരാം. എന്റെ മോനെ നല്ലോണം നോക്കിക്കൊള്ളേ. ബൈ. ടീച്ചറെ, എന്നെ നോക്കി പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കും ആ അവസ്ഥ വന്നാൽ ഞാൻ അത് തന്നെ ചെയ്യും. നിങ്ങൾക്ക് വന്ന എക്സ്ട്രാ ഒരു ഡോസും കൂടി കൂട്ടിക്കൊടുക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. മോനെ നടക്കാത്ത പൂതിയുണ്ടല്ലോ, അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഈ നാണം കാണുമ്പോഴേ അറിയാം അവന്റെ സംസാരത്തിൽ വീണ് പോയിട്ടുണ്ടെന്ന്. ഇന്നലെ നൈറ്റ് വിളിച്ചായിരുന്നടി, ഞാൻ പിന്നെ സംസാരിച്ചു. അപ്പോ എന്തൊക്കെയോ ഡൗട്ടാണെന്ന് പറഞ്ഞിട്ടാ വിളിച്ചത്. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് കോഴി അടിച്ച് സ്വയം തന്നെ അങ്ങ് ചിരിക്കുന്നു. പക്ഷെ ആള് കുഴപ്പമില്ല കേട്ടോ, സംസാരിക്കാനായാലും അത്യാവശ്യം വൈബ് സെറ്റ് ആയിട്ട് ഒരാളാ. പിന്നെ എനിക്ക് അവന്റെ ഒരു പ്രസൻസ് അത്യാവശ്യം ഒന്ന് ചെറുതായി കംഫർട്ട് ആയിട്ടുണ്ട്. ഇനി മിസ്സിനോട് അവനിക്ക് എന്തെങ്കിലും ഇഷ്ടമൊക്കെ ഉണ്ടായി പ്രപ്പോസ് ഒക്കെ ചെയ്ത് എന്ത് ചെയ്യും? അങ്ങനൊന്നും ചെയ്യത്തില്ല. അവൻ എന്നെ അവന്റെ സ്വന്തം ടീച്ചറെ പോലെ തന്നെയാ കാണുന്നത്. ദൈവത്തിനറിയാം എന്താ നടക്കാൻ പോകുന്നേന്ന്. മിസ്സേ, എനിക്ക് കുറച്ച് ഡൗട്ടുണ്ട്. മിസ്സ് പറ്റുമെങ്കിൽ ഒന്ന് ലൈബ്രറി വന്ന് എൻ്റെ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തന്നാൽ വലിയ ഉപകാരമായിരുന്നു. എക്സാമൊക്കെ അടുത്തല്ലോ അല്ലേ? അതൊക്കെ വന്നോളാം. ഇപ്പോ ക്ലാസ് ചെല്ലേ കേട്ടോ. കാര്യം പറ, എന്താ നിന്റെ ഡൗട്ട്? മിസ്സേ, ഇപ്പോൾ ഒരു പയ്യന് ഒരു പെണ്ണിനെ ഇഷ്ടമാണ്. പക്ഷെ ആ പെണ്ണ് ഈ പയ്യനെ കാട്ടി കുറച്ച് മൂത്തതാണ്, അതായത് വയസ്സ് കൂടുതലാണ്. അപ്പോൾ എങ്ങനെ ആ പയ്യൻ പറഞ്ഞ് സെറ്റാക്കും? ഇതിന്റെ പേര് പ്രേമമെന്നല്ല, കഴപ്പ്. നല്ല പേരുത്ത കഴപ്പ്. എന്നാലും അവർക്ക് പ്രേമിക്കാൻ പോസിബിൾ ആണോ? പ്രായത്തിന്റെ നാടാ നിനക്കൊക്കെ, അല്ലാണ്ട് അങ്ങനെ ഒന്നുമല്ല. പിന്നെ റിലേഷൻഷിപ്പ് ഒക്കെ നല്ലതാണ്, ബട്ട് ഇപ്പൊ നിന്റെ പഠിക്കുന്ന പ്രായമാണല്ലോ. സോ നീ പഠിക്കുക. ഈ ടൈമൊക്കെ വേസ്റ്റ് ചെയ്താ വലുതായ ഭയങ്കര രീതിക്ക് നീ റിഗ്രറ്റ് ചെയ്യും. മിസ് പറയുന്ന പോലെ തന്നെ നടക്കട്ടെ. ഞാൻ എന്നെ പരമാവധി പഠിച്ച് എങ്ങനെയെങ്കിലും സെറ്റാക്കാം. പക്ഷേ ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് എനിക്ക് ആ കുട്ടിയെ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വിഷമമുണ്ടാക്കൂലേ? അതെ, വിഷമുണ്ടാക്കും, അത് ശരിയാ. എന്ന് വെച്ചിട്ട് പഠിക്കണ്ടേ? പഠിച്ചാ ആ വിഷമമൊക്കെ പയ്യെ മാറും. ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാല്. എന്തൊക്കെ പറഞ്ഞാലും ജീവിതം ഇങ്ങനെ തന്നെയാണ്. നീ ഇഷ്ടപ്പെടുന്ന ആൾക്ക് നിന്നെ ഇഷ്ടപ്പെടണമെന്നുണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ആ കുട്ടിക്ക് ചിലപ്പോൾ വേറെ ആരെങ്കിലും ഇഷ്ടമുണ്ടാവും. സോ നമ്മൾ എന്തിനാ വെറുതെ? ഞാൻ എന്തായാലും ഇതിൽ പറയാൻ ആരുമല്ല. നീ ഇപ്പൊ എന്നോട് തന്നെ ചോദിച്ചതിലേക്ക് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയാ. റിജക്ഷൻ ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ അതും ആക്സെപ്റ്റ് ചെയ്യാം. ഇവിടെ കുറേ ഗേൾസ് ഉണ്ട്, പക്ഷെ എനിക്ക് മിസ്സിനോട് തന്നെ പറയാൻ തോന്നിയത് മേ ബി എന്നെ കാട്ടി ഏജ് ഉള്ളതുകൊണ്ടായിരിക്കും. എന്തൊക്കെ ആയിക്കോട്ടെ, ഞാനിപ്പോൾ മിസ്സിനെ ഒന്ന് ട്രയലായിട്ട് പ്രപ്പോസ് ചെയ്താൽ മിസ്സിനിപ്പം ലൈക്ക് എന്താ ഫീൽ ആവുന്നത്, എൻ്റെ ഒരു ഇതൊക്കെ കേട്ടിട്ട് നല്ലതാണ്, ആക്സെപ്റ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയണം കേട്ടോ. എന്നാൽ ഞാൻ മിസ്സിനെ ഒന്ന് പ്രപ്പോസ് ചെയ്യട്ടെ. ചെയ്യും. മിസ്സേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ മിസ്സിനെ കുറച്ചായുള്ളൂ പരിചയപ്പെട്ടിട്ട്. അത് തന്നെ പരിചയപ്പെട്ട എങ്ങനെയാ ചോദിച്ചാൽ, ഞാൻ ഒരു സ്റ്റുഡൻ്റാണെന്ന് വെച്ചിട്ട് അങ്ങോട്ട് കയറി റാഗ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ആക്ച്വലി അപ്പോൾ കണ്ടപ്പോൾ നമ്മൾ പറയില്ലേ, ഈ എന്താ പറയുക, ഈ എൻ്റെ ടൈപ്പാണ് എന്ന് പറയില്ലേ, എനിക്കറിയത്തില്ല. കണ്ടപ്പോൾ
എനിക്ക് എൻ്റെ ടൈപ്പാണെന്ന് ഫീലായി. സംസാരിച്ചപ്പോൾ ആ സംസാരത്തിൽ, അതുപോലെ ഈ മിസ്സിൻ്റെ ഓരോരോ ആറ്റിറ്റ്യൂഡിൽ എനിക്ക് അപ്പോഴും തോന്നി ഇത് എൻ്റെ ടൈപ്പാണെന്ന്. ആൻഡ് അപ്പോൾ എൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു മുട്ടിട്ട് തുടങ്ങി. എന്ത്? പ്രേമം. അതിനുശേഷം മിസ്സിനെ കാണുന്നതും മിസ്സിനോട് എന്തെങ്കിലും സംശയം ചോദിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ മുട്ടിന് വിടരാനുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഇത് വിടർന്ന് ഒരു അത്യാവശ്യം നല്ല രീതിക്ക് പൂത്ത് വന്നു. എൻ്റെ മുട്ടത്ത് പൂത്തെന്ന് പറയുന്നത് പോലെ തന്നെ നല്ല രീതിക്ക് പൂത്തു. അപ്പോൾ എനിക്കിനിപ്പോൾ ഇത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടം. കല്യാണം കഴിക്കണം എന്നുണ്ട്. ഇനി അത് മിസ്സിന് സമ്മതം ആണെങ്കിൽ എന്നോട് എന്ത് വേണേലും പറയാം. ആൻഡ് ഞാൻ പൊന്നുപോലെ നോക്കും. എന്ത് പറയാനാ, ഞാൻ നല്ലപോലെ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി ഈ ഉഴപ്പി നടക്കുന്നതൊക്കെ ഒഴിവാക്കി എൻ്റെ ലൈഫ് തന്നെ ഞാൻ മാറ്റും. ഇനി മിസ് എന്നെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിലും അതും ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. കാരണം ഈ റിജക്റ്റ് ചെയ്യുന്നതും ആക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. കാരണം അവരാണ് തീരുമാനിക്കേണ്ടത് അവരുടെ ലൈഫിൽ ആര് വേണം ആര് വേണ്ട എന്നൊക്കെ. സോ എൻ്റെ ഈ ഒരു പ്രപ്പോസൽ കേട്ടിട്ട് എന്ത് തോന്നുന്നു മിസ്സേ? പറ. കേൾക്കുന്നൊക്കെ ഒരു സുഖമൊക്കെ കിട്ടുന്നുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. നീ ഉദ്ദേശിക്കുന്ന ആള് നിന്നെ ആക്സെപ്റ്റ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഇപ്പോൾ ഞാനത് റിയലായിട്ട് മിസ്സിനോടാണ് ചെയ്തതെന്ന് വിചാരിച്ചോ, അപ്പോൾ മിസ് ആക്സെപ്റ്റ് ചെയ്യോ? അത് പിന്നെ ചെയ്യും. കൊച്ചാ, നീ ഇവിടെ പഠിക്കാൻ വന്നതാ, നീ നിന്നെ പഠിപ്പിക്കാൻ വന്നതാ. അപ്പോൾ മിസ് പറഞ്ഞു വരുന്ന മിസ്സിന് എന്നെ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞാലും ഇല്ലേലും എനിക്ക് മനസ്സിലാവുന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മിസ്സിനോടൊരു കാര്യം പറയട്ടെ. മിസ്സേ, ഞാൻ പഠിക്കാം, നല്ലപോലെ പഠിക്കാം. എനിക്കൊരവസരം തന്നൂടെ? സത്യമായിട്ടും എൻ്റെ ഫസ്റ്റ് ലവാ. ഞാൻ ഇങ്ങനെ ആരോടും മുമ്പ് പറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് ഗേൾസിനോട് തീരെ അട്രാക്ഷൻ ഒന്നും തോന്നിയിട്ടില്ല. സംടൈംസ് എല്ലാവരും എന്നെ കളിയാക്കും ഞാൻ ഗേ ആണെന്ന് പറഞ്ഞിട്ട്. ബട്ട് ഇപ്പോൾ മിസ്സിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, മിസ്സ് ശരിക്കും ഒരു മാലാഖയാണെന്ന് മനസ്സിലായി. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഏകാന്തമായി നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഒരു വെളിച്ചമായി വന്ന മിസ്സല്ലേ മിസ്സ്. അപ്പോൾ എനിക്ക് ഫീലിങ്സ് തോന്നി, അത് ഞാൻ നേരിട്ട് പറഞ്ഞു. മിസ്സിന് എന്നെ ഇഷ്ടമാണെന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ മിസ്സിന് വേണ്ടി ഞാൻ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ ആക്കിയിട്ട് വന്നിട്ട് കെട്ടിക്കൊണ്ടോട്ടെ. എന്താ, സമ്മതമാണോ? This will be my first and last love. എന്റെ അവസാനത്തത്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്നാലും ഞാൻ പറയുന്നൊക്കെ കേട്ടിട്ടും നിനക്ക് എന്നോട് എന്താ പറയാ, റിലേഷൻഷിപ്പ് ആവണം, മാരേജ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ആക്സെപ്റ്റ് ചെയ്യും. ഞാൻ ഉറപ്പായിട്ട് നിന്നെ തന്നെ മാരേജ് ചെയ്യും. എന്റെ പപ്പയും എന്തെങ്കിലും സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, ഞാൻ പറയാം. ഞാൻ ഇവിടെ വന്നത് നിങ്ങളുടെ ടീച്ചറായിട്ടാണ്. എന്തുകൊണ്ടാണ് ഞാനിവിടെ വന്നതെന്ന് ചോദിച്ചാൽ, എൻ്റെ മൈൻഡ് മാറാനും, ഞാൻ ആ ഒരു സമയത്ത് ഭയങ്കര ഡിപ്രഷനിലായിരുന്നു, ഭയങ്കര ട്രോമയിലായിരുന്നു. ആ സമയത്ത് എൻ്റെ മൈൻഡ് മാറണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആൻഡ് എൻ്റെ പപ്പ അത് ഓർത്തത് കൊണ്ട് തന്നെ അങ്ങേരുടെ ഈ ഒരു ഇതിൽ തന്നെ എന്നെ ഇവിടെ അപ്പോയിന്റ് ചെയ്തു. ഞാൻ ആദ്യം അതൊക്കെ എനിക്ക് ടെൻഷനായിരുന്നു. കാരണം എനിക്കൊരു കുട്ടിയെ പഠിപ്പിക്കാൻ അറിയത്തില്ല. ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന ഒരാളാണ്. ഞാനിങ്ങനെ നഴ്സാവാൻ വേണ്ടി നിൽക്കുവാണ്. അതിൻ്റെ ഇടയിലാണ് എനിക്കൊരു പ്രശ്നം വന്നത്. അതിനുശേഷം എൻ്റെ പഠിത്തവും എല്ലാം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. മുമ്പോട്ടേക്ക് എനിക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയായി. പിന്നെ നിങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ഞാൻ പഠിച്ചിട്ടാണ്, എന്താ പറയാ, നൈറ്റ് ഇരുന്ന് പഠിച്ചിട്ടാണ് പിറ്റേ ദിവസം വന്നിട്ട് നിങ്ങൾക്കൊക്കെ ഇത് പഠിപ്പിച്ചിരുന്നത്. ആക്ച്വലി ഞാൻ പഠിച്ച കാര്യങ്ങളാണെങ്കിൽ കൂടി ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ, ഞാൻ എല്ലാത്തിൻ്റെ റീസൺ പറയാം. എനിക്ക് മുമ്പ് ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആൻഡ് അയാളും ഞാനും ഏകദേശം ഒരു 6 വർഷത്തെ പ്രണയമായിരുന്നു. ആ സമയത്തോളം ഞാൻ അറിഞ്ഞില്ല, ഞാൻ മാത്രമല്ല അയാൾക്കുള്ളത്, വേറെ പെണ്ണുങ്ങളായിട്ട് അയാൾക്ക് ബന്ധമുണ്ടെന്നുള്ള കാര്യം. അതിനിപ്പോൾ ഫിസിക്കൽ ആയിക്കോട്ടെ എല്ലാം കൊണ്ടും അയാൾക്ക് വേറെ പെണ്ണുങ്ങളായിട്ട് ബന്ധമുള്ള കാര്യം ഞാൻ അറിയില്ലായിരുന്നു.
അങ്ങനെ അത് ഞാൻ അറിഞ്ഞപ്പോ ശരി അയാൾ ബ്രേക്കപ്പ് ചെയ്യാൻ വെച്ചിട്ട് എപ്പോഴും ഞങ്ങൾ കാണുന്ന ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ആൻഡ് അവിടെ വെച്ചിട്ട് ഞങ്ങൾ മോശമായിട്ട് ഒന്നും ചെയ്തില്ല. അയാൾ അത്രയും കാലമായിട്ടും എന്നെ എതിരായിട്ടും ടച്ച് ചെയ്യാനോ കിസ് ചെയ്യാനോ അങ്ങനെയൊന്നും ചോദിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല. സോ അയത്തോട്ടൊരു മാന്യനാണെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ എപ്പോഴും കാണുന്നവിടെ വെച്ചിട്ട് ഞാൻ ബ്രേക്കപ്പ് എന്ന് വിചാരിച്ചു. ബട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞു ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി എണീച്ചപ്പോഴേക്കും അയാൾ എന്നെ പിടിച്ച് തളർത്തി. ആൻഡ് ഓൾസോ എന്നെ റേപ്പ് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഭയങ്കര ഡിപ്രഷനിലായതും ട്രോമയിലായതും. 1 ഇയർ എൻ്റെ ഫുള്ള് വേസ്റ്റായി, പഠിക്കാൻ പറ്റിയില്ല എനിക്ക്. അങ്ങനെ എൻ്റെ പപ്പ എനിക്ക് തന്നൊരു ചാൻസ് ആണത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് നിന്നെ കാണാൻ പറ്റി. ബട്ട് നീ എൻ്റെ ഈ ഒരു കാര്യം, എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ, എനിക്ക് നടന്ന കാര്യം, ഞാൻ റേപ്പിനിരയായ ഒരു പെൺകുട്ടിയാണ്, അതും കൂടി നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി മാരി യു. അപ്പോൾ എനിക്ക് നിന്നെ റിജക്റ്റ് ചെയ്യാൻ ഒരു അവകാശമില്ല ഇവിടെ. കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ ഇഷ്ടമല്ലാന്ന് പറയുന്നില്ല. എന്റെ ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളെ തന്നെ എനിക്ക് വേണമെന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്. കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. അതുകൊണ്ടാണ് എൻ്റെ ഫേസ് മാറിപ്പോയത്. അല്ലാണ്ട് ഞാൻ നിന്നെ വെറുത്തതോ അറപ്പായതോ ഒന്നുമല്ല. നിന്റെ സമ്മതമില്ലാതെ ഒരാൾ നിന്റെ ദേഹത്ത് കൈവച്ചു. അവിടെ നീ എന്ത് തെറ്റ് ചെയ്തടി? അതിന് ഞാൻ എന്തിനു നിന്നെ വെറുക്കണം? എന്തിനെനിക്ക് അറപ്പ് തോന്നണം? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞു, എന്നെ പലരും ഞാൻ ഗേ ആണെന്ന് പറഞ്ഞ് കളിയാക്കി. കാരണം ഇന്നേ വരെ ഒരു പെണ്ണിനോട് എനിക്കൊരു ഫീലിങ്സ് പോലും തോന്നിയിട്ടില്ല. ആരോടും ഞാനിങ്ങനെ പെരുമാറിയിട്ടില്ല. ഞാൻ എല്ലാവരും എൻ്റെ പെങ്ങളെപ്പോലെയാണ് കണ്ടത്. പക്ഷെ നിന്നെ കണ്ടപ്പം തൊട്ട് നിന്നോട് കൂടുതൽ അടുക്കും തോറും എൻ്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ പലതും വന്നു തുടങ്ങി. അവിടെ എനിക്ക് മനസ്സിലായി ഞാനൊരു ഗേ ഒന്നുമല്ല. അതെനിക്ക് അപ്പോഴേ അറിയാം. എനിക്ക് ദൈവം എനിക്ക് വേണ്ടി ഒരു പെണ്ണിനെ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഞാൻ വെയിറ്റ് ചെയ്തു. എന്തൊക്കെയാണെങ്കിലും നിൻ്റെ അച്ഛൻ്റെ ആ ഒരു തീരുമാനം കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തതുപോലെ എനിക്ക് നിന്നെ കിട്ടിയില്ലേ? മേ ബി ദൈവത്തിൻ്റെ ഡിസിഷൻ ആയിരിക്കും. ആൻഡ് ഇവിടെ എൻ്റെ ലവ് എനിക്ക് കിട്ടുമോ?